ഗൈസ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഇതാ നമ്മുടെ കൂടെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ കൂടി നിന്നിട്ട്. അപ്പോൾ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ക്രിസ്മസ് വെക്കേഷനൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ കുട്ടികളെയൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. എൻ്റെ പിറകിൽ കുടിക്കുകയാണ് ക്യാമറ കണ്ടപ്പോൾ. അപ്പോൾ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ക്രിസ്മസ് വെക്കേഷനൊക്കെ ആയിരുന്നു, നല്ല തിരക്കാണ്. നല്ല ക്യൂ ആയിരുന്നു, രാവിലെ മുതൽ ക്യൂ നിൽക്കുമായിരുന്നു. അപ്പം നമ്മുടെ കുറച്ച് കുട്ടികളെ നമ്മളൊന്നും കൂടെ കാണിക്കുകയാണ്. കാഞ്ഞങ്ങാട് നിന്നുമാണ് നമ്മൾ മൂകാംബികയിലേക്ക് യാത്ര തിരിച്ചത്. റിസർവേഷൻ കിട്ടിയില്ലായിരുന്നു. ക്രിസ്മസ് വെക്കേഷനൊക്കെ ആയതുകൊണ്ട്, നല്ല തിരക്കായതുകൊണ്ട്, പിന്നെ പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നു മൂകാംബികയിലേക്കൊന്ന് പോകാമെന്ന്. അതുകൊണ്ട് റിസർവേഷൻ കിട്ടിയില്ലായിരുന്നു. ജനറൽ കമ്പാർട്ട്മെൻറ്റിലായിരുന്നു നമ്മൾ പോയതപ്പോൾ ടിക്കറ്റിന് ഈടാക്കിയത് 95 രൂപയാണ്. അതുപോലെ തന്നെ നമ്മൾ ബൈന്ദൂർ ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഒമ്നി വാനിലായിരുന്നു മൂകാംബികയിലേക്ക് തിരിച്ചത്. ഒമ്നി വാനിന് ചാർജ് ഈടാക്കുന്നത് 900 രൂപയാണ് മൂകാംബിക വരെയുള്ള ട്രിപ്പിന്. അതുപോലെ തന്നെ നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു. പുറത്തുനിന്ന് നമ്മൾ സന്ധ്യാസമയത്താണ് എത്തിയത്, അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. പിന്നെ നമ്മൾ രാവിലെ കുളിച്ച് തൊഴാൻ വേണ്ടിയിട്ട് രാവിലെയാണ് പിന്നെ പോയത്. പോകുമ്പോഴും ആവശ്യത്തിലധികം അത്രയും ക്രിസ്മസ് വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു ആദ്യമൊക്കെ. പിന്നെ കുറച്ച് കുറഞ്ഞു കൊണ്ട് വന്നു സമയം വൈകുന്തോറും. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ഒരു 8:30 ആയി. പൂജയൊക്കെ കഴിഞ്ഞ് 5:30 നിൽക്കാൻ തുടങ്ങിയതാണ് ക്യൂവിൽ. അങ്ങനെ ക്യൂ ഒക്കെ കഴിഞ്ഞ് നമ്മൾ തൊഴുത് നല്ല പോലെ തൊഴുതു കേട്ടോ. എന്ത് തിരക്കാണെങ്കിലും നമ്മുടെ മൂകാംബിക ദേവിയെ നല്ല പോലെ കണ്ട് വണങ്ങിയതിന് ശേഷമാണ് നമ്മൾ പുറത്ത് വന്നത്. നിങ്ങൾക്കിവിടെ നോക്കിയാൽ തന്നെ കാണാം എന്ത് തിരക്കാണെന്നുള്ളത്. ഇവിടുത്തെ ആ കൽവിളക്കൊക്കെ വല്ലാത്തൊരു അനുഭൂതിയാണ് പകരുന്നത്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് നടന്നപ്പോൾ അവിടെ വഴിപാടുകളൊക്കെ നടത്തുന്ന ഒരു ചാർട്ട് കണ്ടു. വഴിപാടും അതിൻ്റെ ചാർജുമാണ് ആ ചാർട്ടിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വഴിപാടൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പുറത്ത് തന്നെ പൂജയ്ക്ക് ആവശ്യമായ പൂക്കൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തലയിൽ ചൂടാനുള്ള പൂക്കൾ, പൂജയ്ക്ക് ദേവിക്ക് സമർപ്പിക്കാനുള്ള പൂക്കൾ, അങ്ങനെ മനോഹരമാണ് പുറത്ത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ വീട്ടിൽ അലങ്കാരമായിട്ട് വെക്കുന്ന പല സാധനങ്ങൾ, കുട്ടികൾ കളിക്കുന്ന സാധനങ്ങൾ, അങ്ങനെയുള്ള പല സാധനങ്ങളും ഉള്ള കുറേ കടകളുണ്ട്. അതിൽ പുറത്ത് വെച്ച ഓരോ ബുദ്ധപ്രതിമ, അങ്ങനെ പ്ലാസ്റ്റിക് പൂമാലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മനോഹരവുമാണ്. അതുപോലെ തന്നെ പല വർണ്ണങ്ങളിലും പല രീതിയിലുമാണ് അത് തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് അമ്പലത്തിൽ നിന്ന് ആ ഒരു രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയി പുറത്തിറങ്ങുമ്പോഴുള്ള കാഴ്ചയാണിതൊക്കെ. പിന്നെ വീട്ടിൽ നമ്മൾ പൂജാമുറിയിൽ അലങ്കാരത്തിന് വയ്ക്കുന്ന പല സാധനങ്ങൾ, അതുപോലെ തന്നെ വീട്ടിന് നമ്മൾ നന്മയുമൊക്കെ ഉണ്ടാവാനായിട്ട് വെക്കുന്നു എന്ന് പറയപ്പെടുന്ന ആനയുടെ നെറ്റിപ്പട്ടം, അങ്ങനെ കഥകളിയുടെ ആ ഒരു ഫേസ് മാത്രമുള്ള ഒരു പ്രതിമ പോലത്തെ ഒരു സാധനം. ദേവീ ദർശനത്തിനായുള്ള പുറത്തെ ക്യൂ ആണ് ഈ കാണുന്നത്. ഇത് അങ്ങോളമുണ്ട്. അത് കഴിഞ്ഞ് ഉള്ളിലും ഇതുപോലെ തന്നെ നല്ല ക്യൂ ആണ്. പക്ഷേ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത്, നമ്മൾ മടങ്ങാൻ തീരുമാനിച്ച് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ കണ്ട കാഴ്ചയാണ് ഈ ഒരു കാളയാണോ പശുവാണോ സത്യം പറഞ്ഞാൽ അറിയില്ല. എന്നിരുന്നാലും നമ്മൾ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വ്ളോഗുമായി കാണുന്നവരേക്കും ടാറ്റാ ബൈ.